ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാടുള്ള ഒരു മലന്റെ മേലെയാണ്. ആ മലന്റെ പേരാണ് വാമല. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് അവള് വന്നിരിക്കുന്നത്. വാമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ഇന്നലെ മഴ പെയ്ത കാരണം ഞങ്ങൾ കുറച്ച് തണുപ്പ് കൊള്ളാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇത്ര ദിവസം ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര നല്ല ക്ലൈമറ്റാണ്. നെല്ലിയാമ്പതി പോലത്തെ ക്ലൈമറ്റ് ആയിട്ടുണ്ട് പാലക്കാട് തന്നെ. ഇപ്പോൾ ഞങ്ങളൊരു മലൻ്റെ മേലെ വന്നിട്ട് ഒരു ഡ്രോൺ പറത്താൻ വേണ്ടി വന്നതാണ്. ഇത് വാമലൻ്റെ വീഡിയോ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ ഡ്രോൺ പറത്താന്നുള്ളൊരു വീഡിയോയും കൂടിയിട്ടാണ്. ഞങ്ങളും ബിഗിനേഴ്സാണ്, അപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രോൺ എങ്ങനെ പറത്താൻ നമുക്ക് പഠിക്കാം ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ഷൂട്ട് ചെയ്യാൻ സാധനം അതാണ്. നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ട് ഗൈസ്, പറത്തി നോക്കാം. സോ DJന്റെ എന്തോ ഒരു ഡ്രോൺ, അതെങ്ങനെ പറത്താന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് ആൻറ്റിന. ഇതിൻ്റെ ബാക്കിൽ നിന്ന് 2 ആൻറ്റിന എടുത്തിട്ട് നമ്മളിവിടെ കുത്തി വെക്കണം. അത് ആൻറ്റിനയല്ല, സോറി ഗൈസ്, അത് ജോയ്സ്റ്റിക്കിൻ്റെ സാധനമാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആൻറ്റിന എങ്ങനെ തുറക്കണം, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞതാ, പവർ ബട്ടൺ ഓക്കെ. DJ എന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിൽ തന്നെ സ്ക്രീനൊക്കെ ഉണ്ട്. ഒരു ഹൈടെക് ഡ്രോൺ ആണ് തോന്നുന്നത്. ഈ സ്വിച്ച് എന്തിനാ HI ആർക്കറിയാം, കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അത് ഒരു വെറൈറ്റി. ഇതാണ് നമ്മുടെ DJന്റെ ഡ്രോൺ. അടിപൊളി സാധനമാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രോണാണ്. ഇപ്പോൾ ഇത് അങ്ങനെ പറത്തേണ്ടതെന്ന് നമ്മുടെ പ്രജിത്ത് വിവരിച്ച് തരും. പറഞ്ഞുതരും എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടി. കണക്റ്റിംഗ് ടു എയർക്രാഫ്റ്റ് പെയറിംഗ്. ഇപ്പോൾ ശബ്ദം വരുന്നുണ്ട്. അതിൽ ഓണാക്കണോ? പ്രസ് ആൻഡ് ഹോൾഡ്. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി ഇതിൽ പെയറിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് പയറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടെ ആ നിലത്തു നിന്നുള്ള വ്യൂ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കാം. എടാ ശരിക്കും ഇതാ താഴെ നമ്മുടെ ഡ്രോൺ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിലത്തു നിന്നുള്ള വ്യൂ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം പോയിന്റ്. ഇതിൽ ഹോം പോയിന്റ് അപ്ഡേറ്റ് എന്ന് വന്നിട്ടുണ്ട്. ചെക്കൻ വിവരിച്ചത് എങ്ങനെയാണെന്ന്. ടേക്ക് ഓഫ് ബട്ടൺ അമർത്തിയിട്ടുണ്ടായിരുന്നു. ടേക്ക് ഓഫ്. ബാറ്ററി നീഡ് കൂളിംഗ് ഓർ ചാർജ്. അതിൽ ചാർജ് വരാം. ബാറ്ററി റീചാർജ് പ്രോംപ്റ്റ്ലി. അപ്പൊ ഇന്നലെ ചാർജ് ചെയ്താൽ വെച്ചത് ചെറിയൊരു പണിവാളി. ഇന്നലെ അവൻ ചാർജ് ചെയ്ത ബാറ്ററി വേറെയാണ്, അവൻ അതിൽ ഇട്ടിരിക്കുന്ന ബാറ്ററി വേറെയാണ്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ബാറ്ററി മാറ്റിയിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ DJന്റെ ബാറ്ററി. അവൻ അത് ഊരി വേറൊരു ബാറ്ററി ഇട്ടിട്ടുണ്ട്. അതാണ് ചാർജ് ചെയ്തെന്നാ പറയണ്. ഇപ്പോൾ ഒരു ശബ്ദം വന്നിട്ടുണ്ട്. കണക്റ്റഡ്. ഒന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടേക്ക് ഓഫ്. വീണ്ടും ടേക്ക് ഓഫിലേക്ക് പോകുന്നു. ഓ പറന്നു കഴിച്ചു. അതാ പോയി സാധനം പറന്നു പോകുന്നുണ്ട് മേലേക്ക്. കണ്ടോ? നമുക്ക് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് അതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ലാസ്റ്റ്. അക്കൗണ്ട് നോട്ട് ലോഗഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതിമനോഹരമായ വ്യൂ ആണ് ഇവിടെ. ഇതിന്ന് നമ്മൾ ഡ്രോണിലെടുത്ത വീഡിയോ ഇതിനേക്കാളും ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഏകദേശം കോടമഞ്ഞ് പോലെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാ, ചെക്കൻ പറത്തി കളിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് പറത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് തരും. ഓക്കെ, നോക്ക് ഗൈസ്, ഇവിടെ ഫുള്ളും മഞ്ഞാണ്. നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിലാണോ അതോ ഊട്ടിയിലാണോ? മഞ്ഞുള്ളത് കാരണം ഡ്രോണിൽ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. പക്ഷെ നോക്കാം നമുക്ക് എങ്ങനെ ക്ലിപ്സ് എല്ലാം വരുന്നു.
ഗൈസ് മഞ്ഞ് മൂടിയിരിക്കുന്നു. ഗൈസ് നമ്മുടെ DJI പ്ലാൻ കുറച്ച് വർക്കാവുന്നില്ല, കാരണം ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ്, അത് മൊത്തം മഞ്ഞാണ്. സോ നമ്മൾ മഞ്ഞ് മാറിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് മഞ്ഞ് മാറിയതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. പ്രജിത്ത് അവിടെ വ്ളോഗ് ചെയ്യുകയാണ് ഗൈസ്. നമ്മുടെ അവൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ആ ചാനൽ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ പോയി നോക്കിക്കോളൂ. ഫുള്ള് മഞ്ഞ് മൂടിയ താഴ്വാരം. അവിടെ ഒരു അണ്ണാനുണ്ട്. എവിടെ കാണുന്നില്ല, ഓടിപ്പോയി. ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന സാധനം ഇതാണ് ബാറ്ററി. ഇതിൽ വെച്ചിട്ടാണ് ഈ സാധനം ഓട്ടുക. ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചാർജ് ചെയ്ത ശേഷം ഈ ചാർജുള്ള സാധനം ഇങ്ങനെ എടുത്ത് ഊരിയിട്ട് ഇതിലിങ്ങനെ വെക്കുക, സെറ്റ് ചെയ്യുക. മറ്റേ ഇവിടെയാണ് കാർഡ്, ഇതിൽ മെമ്മറി കാർഡ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിട്ടു. ക്യാമറയുടെ കവറുണ്ട്, നമ്മളത് ഊരി നേരത്തെ വെച്ചത് കാരണം. എന്നിട്ട് ഇതിനാലും ഇങ്ങനെ തുറക്കുക. ഇത് തുറന്നാൽ തന്നെ ഈ മിഷൻ ഓൾറെഡി ഓണാവും. ഓക്കെ, അതായത് പവർ മോഡിലാണെങ്കിൽ ഓണാവും. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് കൊടുത്ത് ഈ സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓണാക്കണം. ഓക്കെ, ഇത് നമ്മളിത് ഇവിടെ കൊണ്ട് വയ്ക്കും. ഇനി ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ. ഇതിൽ ഒരു തവണ അമർത്തി ഒന്നുകൂടെ അമർത്തിയാലാണ് ഇത് ഓണാകുക. ഓക്കെ ഗൈസ്, ഇപ്പോൾ മേഘങ്ങളൊക്കെ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ DJI പറത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസ് വെച്ചിട്ടുണ്ട്, അത് ഓൾറെഡി ഓണാണ്. നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട്, ഗോ ടു ഫ്ലൈ മോഡിലോട്ട് പോകണം. അപ്പോൾ ഡിവൈസ് ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് കണക്റ്റ് വരുന്നുണ്ട്. ക്യാമറയിൽ നമുക്കിപ്പോൾ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വെച്ചതുകൊണ്ട് അമ്പലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഇനി ഫ്ലൈ മോഡിലോട്ട് പോകും. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ പറത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടേക്ക് ഓഫ് ആവും. കുറച്ചങ്ങോട്ട് പോകും. ഹോം പോയിന്റ് അപ്ഡേറ്റ് ചെയ്ത് ഇനി നമ്മളിതിൽ വീഡിയോ ആയിട്ട് പോകണം. ഇത് ഒരു ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ, ചുമ്മാ അമ്പലത്തിൻ്റെ ഫോട്ടോ. നമ്മളിത് വീഡിയോ മോഡിലോട്ട് മാറ്റുകയാണ്. ഇത് നമ്മൾ ആംഗിൾ ഇങ്ങനെ മാറ്റി നമ്മളിപ്പോൾ വീഡിയോ എനേബിൾ ചെയ്താണ്. ഇനി നമ്മൾ പറത്താൻ പോകണത്. പറത്തുമ്പോൾ ഇതിൽ ഈ 4 കൺട്രോളിലാണുള്ളത്. ഇത് പൊക്കാ താഴ്ത്താൻ, ഇതിപ്പോൾ പൊക്കാൻ, ഇതൊക്കെ കണ്ടോ പൊങ്ങുന്നുണ്ട്. ഓക്കെ, ഇത് താഴ്ത്താൻ. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉണ്ട്. നമുക്കിപ്പോൾ പോകേണ്ടത് പുറകോട്ടാണ്. നമ്മൾ ഇങ്ങനെയായിട്ട് കുറച്ച് പുറകോട്ട് കൊണ്ടുവരില്ല. ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഏതാണ് നമ്മുടെ സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിതിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിച്ച് കണ്ടോ, അമ്പലമാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അമ്പലം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അത് ഓഫാക്കുക. നമ്മളിപ്പോൾ സ്ക്രീനിൽ ഉണ്ടോ നോക്കുക. ഇപ്പം നമ്മളാണ് ക്യാമറയിൽ ഫോക്കസ് ആയിട്ടുള്ളത്. റിഫ്ലക്ഷൻ കാരണം നമ്മളൊരു ഒബ്ജക്റ്റിനെ അതിൽ സെലക്ട് ചെയ്തിട്ട് അതിൽ ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്. സർക്കിളിങ്ങോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഷോട്ട്സ് ഉണ്ട് അതിൽ. നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്നറിയില്ല. Battery level is low. Aircraft will return to the home point in 10 seconds. ബാറ്ററി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ശരിയാണെന്ന് തോന്നുന്നില്ല. അല്ല, അടുത്ത ബാറ്ററി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല ഡ്രോൺ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ടോളൂ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഡ്രോൺ പറപ്പിക്കുന്നത്. അത് കാരണം ഞങ്ങളുടെ ഷോട്ട്സ് ഒന്നും അത്ര നല്ലതല്ല, എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് പാലക്കാട് ജില്ലയിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഇട്ട് സ്ഥലം നശിപ്പിക്കാൻ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ
സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രോണിന്റെ പറത്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ഷോട്ട് കിട്ടി. വെയിൽ വന്നതിന് ശേഷം 1-2 ഷോട്ടെല്ലാം കിട്ടി. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.